ശബരിമല ദർശനം നടത്തിയ യുവതികളുടെ അവകാശപ്പെട്ട സുപ്രീം കോടതിയിൽ പരാമർശിച്ച പട്ടിക സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. 51 യുവതികളുടെ പട്ടികയിൽ ഒരാൾ കൂടി പുരുഷനാണെന്ന് വ്യക്തമായി. അബദ്ധങ്ങൾ കടന്നുകൂടിയെന്ന് വ്യക്തമായതോടെ പട്ടികയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ നിന്ന് വിവിധ വകുപ്പുകൾ തലയൂരി. മന്ത്രിമാരും ഭിന്നാഭിപ്രായവുമായി രംഗത്തെത്തി. അതേസമയം ദർശനം നടത്തിയവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടത് അവരുടെ സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്കയും പങ്കുവയ്ക്കുന്നവരുണ്ട്. പട്ടികയെ ഇന്നലെ പരോക്ഷമായി ന്യായീകരിച്ച മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അപാകതകൾ പുറത്തുവന്നതോടെ നിലപാട് മാറ്റി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഇപ്പം ഞാൻ നിൽക്കുന്നില്ല. എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാം വന്നത് ഇതിനല്ലെന്ന് എനിക്കറിയാം. ഞങ്ങൾക്കൊരു ആശയക്കുഴപ്പമില്ല. കാര്യം ഞങ്ങളല്ല ലിസ്റ്റ് കൊടുത്തത്. അറിയില്ല, എനിക്കറിയില്ല. അത് നിങ്ങൾ ചോദിക്കണം. എന്നാൽ സർക്കാരിന്റെ കയ്യിലുള്ള രേഖകൾ പ്രകാരമാണ് പട്ടിക നൽകിയതെന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. സർക്കാർ കൊടുക്കുന്നത് സർക്കാരിന്റെ കൈവശമുള്ള റെക്കോർഡ് വെച്ചിട്ടാണ്. ആ റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ നിങ്ങൾ പരിശോധിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാണ്. ദേവസ്വം ബോർഡ് 51 പേരുടെ കണക്ക് കോടതിയിൽ നൽകിയിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് അല്ലല്ലോ കണക്ക് അങ്ങനെ കൊടുത്തത്, ഗവൺമെന്റ് കൊടുത്തു. ഗവൺമെന്റിൽ വ്യക്തമായിട്ടുള്ള കണക്കുള്ളത് കൊണ്ടായിരിക്കുമല്ലോ കൊടുത്തിട്ടുള്ളത്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു കണക്കെടുക്കാൻ ഇപ്പോൾ ആളിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. സെപ്റ്റംബർ 28 വിധി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കാറില്ല. പട്ടിക സംബന്ധിച്ച് സർക്കാരിനുള്ള ആശയക്കുഴപ്പം വ്യക്തമാക്കുന്നതാണ് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ. മീഡിയ 1 തിരുവനന്തപുരം, കണ്ണൂർ. ഈ വിഷയമാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ വിശദമായി പരിശോധിക്കുന്നത്. CPM നേതാവ് M സ്വരാജ് MLA, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് കുക്കു ദേവകി, ഒപ്പം സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ MR അഭിലാഷ് എന്നിവരും ഈ ചർച്ചയിൽ പങ്കെടുക്കും. അതിഥികളിലേക്ക് വരാം. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. ശ്രീ M സ്വരാജ്, സുപ്രീം കോടതിയിൽ സർക്കാർ പരാമർശിച്ച 51 പേരുടെ പട്ടിക, അതിൽ 3 പേർ പുരുഷന്മാരാണെന്ന് വ്യക്തമായി. പലർക്കും പ്രായ കൂടുതലുണ്ട്, 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. ഒറ്റനോട്ടത്തിൽ തന്നെ അപാകതകൾ നിറഞ്ഞ ഒരു പട്ടിക, അത് സർക്കാരിനും ബോധ്യമായിട്ടുണ്ട്. ഇത്ര സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു പട്ടിക സുപ്രീം കോടതിക്ക് മുമ്പാകെ പരാമർശിച്ച് സർക്കാരിനെ അപഹാസ്യരാക്കിയത് ആരാണ്? ഞാനീ ചർച്ചയിൽ പരാമർശിക്കപ്പെടുന്ന വിഷയം ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ കാടിളക്കി കൊണ്ടുവരുന്നത് പോലെ ഒരു മറ്റെല്ലാം മാറ്റിവെച്ച് ചർച്ച ചെയ്യേണ്ട പ്രശ്നമായി കാണുന്നതേയില്ല. എന്തുകൊണ്ടെന്നാൽ ഇതൊരു അഫിഡവിറ്റാണോ? ഏതായാലും നിങ്ങൾ പ്രയോഗിച്ച വാക്ക് എനിക്കിഷ്ടപ്പെട്ടു. സുപ്രീം കോടതിയിൽ പരാമർശിച്ച പട്ടിക എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളങ്ങനെ ഒരു വിവേകം കാണിച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. പലരും ഈ വിവേകം കാണിക്കുന്നില്ല. സുപ്രീം കോടതി മുൻപാകെ സമർപ്പിച്ച ഒരു സത്യവാങ്മൂലം അല്ല അത്. യുവതീ പ്രവേശനം സംബന്ധിച്ച മൗലിക ചോദ്യങ്ങൾ ഉയർത്തുന്ന കേസിൻ്റെ പരിഗണനയുമല്ല വേള. പിന്നെ എന്താണ്? ശബരിമലയിൽ വന്ന് പ്രാർത്ഥിച്ച 2 സ്ത്രീകൾ കേരളത്തിൽ സംഘപരിവാർ ക്രിമിനലുകളുടെ ആക്രമണം നേരിടുകയാണ്. അപ്പോൾ അവർ സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ മുമ്പാകെ വന്നതാണ്. അതാണ് കേസ്. അപ്പോൾ അവർക്ക് സുരക്ഷ കൊടുക്കണം. ആ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. ആ കേസിൻ്റെ പരിഗണനാ വേളയിൽ സാന്ദർഭികമായി ഈ സീസണിൽ ഈ 51 പേർ, ഈ 50 വയസ്സിൽ താഴെയുള്ളവർ മല ചവിട്ടിയിട്ടുണ്ട് എന്നത് സാന്ദർഭികമായി കോടതി മുൻപാകെ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു കാര്യമാണ്. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്താൻ കാരണം നമ്മുടെ മുൻപാകെയുള്ള രേഖയാണ്. ആ രേഖ സർക്കാരിന് എന്തെങ്കിലും തെറ്റായ ഉദ്ദേശം ഉണ്ടായിരുന്നോ? ആ രേഖ ഗവൺമെൻറ് മാനിപ്പുലേറ്റ് ചെയ്തതാണോ? ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയതാണോ? ശരിയായ ഒരു രേഖയിൽ തിരുത്തൽ വരുത്തിയതാണോ? ഇതൊക്കെയാണ് നമ്മുടെ മുൻപിൽ പരിശോധിക്കേണ്ടത്. അങ്ങനെയാണോ? എതിർക്കുന്നവർക്ക് ആർക്കെങ്കിലും അങ്ങനെ അഭിപ്രായമുണ്ടോ? ഇതെന്താണ്? ഇത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുകയാണ്. വെർച്വൽ ക്യൂ ആണ്. 10-16 ലക്ഷം പേർ അങ്ങനെ ബുക്ക് ചെയ്യുകയാണ്. അതിൽ 8.2 ലക്ഷം പേർ ദർശനം നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കിട്ടുന്ന കണക്കുകളാണ്. അതിൽ 7000-ലധികം വരുന്ന സ്ത്രീകൾ ഈ പ്രായപരിധിയിലുള്ളവരാണ് അത്രേ. അതിൽ 51 പേർ മലയിൽ കയറിയതായിട്ടാണ് ഡിജിറ്റൽ എവിഡൻസ്. ഇതൊരു ഡിജിറ്റൽ സ്കാൻഡ് പേപ്പറാണ്, അത്രേ ഉള്ളൂ. അതിലങ്ങനെയാണ് കാണുന്നത്. അത് ക്രോസ് ചെക്ക് ചെയ്ത് താങ്കൾ പറഞ്ഞു വന്ന ഇടത്ത് തന്നെയാണ് അതിന്റെ പ്രശ്നം. താങ്കൾ സൂചിപ്പിച്ച കാര്യം ശരിയാണ്. 2 സ്ത്രീകൾ സംഘപരിവാർ ആക്രമണം നേരിടുന്നു, തങ്ങൾക്ക് സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇത് ഈ ഇത്തരമൊരു പട്ടിക നൽകേണ്ട നിർബന്ധിതാവസ്ഥ സർക്കാരിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല, സുപ്രീം കോടതി ചോദിച്ചിരുന്നില്ല. ചുരുക്കത്തിൽ നൽകേണ്ടതില്ലാത്ത ഒരു രേഖ അനവസരത്തിൽ സുപ്രീം കോടതിയിൽ നൽകി. അതൊന്ന്.
അങ്ങനെ ഒരു രേഖ നൽകുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ പരാമർശിക്കുന്നതിൽ തെറ്റില്ല. ആ രേഖ ആധികാരികമാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യതയില്ലേ സർക്കാരിന്? ഞാനതിലേക്ക് വരാം. ഞാൻ താങ്കളോട് പറയുന്നത്, അങ്ങനെ 51 പേർ കയറിയത് സംബന്ധിച്ച് ഇപ്പം നമ്മുടെ മുൻപാകെയുള്ള ഈ ഡിജിറ്റൽ സ്കാൻഡ് പേപ്പർ, ഒരു ഡിജിറ്റൽ എവിഡൻസ് ഈ സന്ദർഭത്തിൽ കോടതിയിൽ കൊടുക്കേണ്ടതായിരുന്നോ എന്ന് ചോദിച്ചാൽ ആണെന്നോ അല്ലെന്നോ ഞാനിപ്പോൾ പറയില്ല. കാരണം അത് വക്കീലിൻ്റെ ഒരു യുക്തിയാണ്, അദ്ദേഹം അത് കൊടുത്തു. പക്ഷെ കൊടുത്തതിൽ ഞാൻ കാണുന്ന ഒരു നല്ല കാര്യം മറ്റൊന്നുമല്ല, ഇതിലിപ്പോൾ ചില വിവരങ്ങൾ, അതിൽ ചിലരെ സംബന്ധിച്ച് പ്രായത്തിലുള്ള വ്യത്യാസവും ചില പുരുഷന്മാർ അതിൽ ഉൾപ്പെട്ടു എന്നുള്ളതും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഒരു പക്ഷേ 22-ാം തീയതിയോ അല്ല 22-ാം തീയതി എന്ന് ആദ്യം കരുതപ്പെട്ട ഇനി കേസ് പരിഗണിക്കുന്ന വേളയിൽ, ഏത് കേസ്, ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയെ സംബന്ധിച്ചുള്ള റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുന്ന വേളയിൽ ഇതെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തി ഈ 51 പേരിൽ ഇത്തരത്തിലുള്ള പെശകുകൾ പറ്റി ഉൾപ്പെട്ട പേരുകൾ ഏത് എന്ന് കണ്ടെത്തി ഒഴിവാക്കാൻ ഇതുമൂലം ഒരു അവസരം കിട്ടി എന്നൊരു ഗുണവശം ഇതിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ വെർച്വൽ ക്യൂ സമ്പ്രദായത്തെ ആധാരമാക്കി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ അവരവർ കൊടുത്ത വിവരമാണിത്, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇപ്പം ഞാൻ എൻ്റെ പേര് അതിൽ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തെറ്റുപറ്റി ഞാനതിൽ സ്ത്രീ എന്ന് ചേർത്താൽ ആ രേഖയിൽ സ്ത്രീ എന്നാണ് ഉണ്ടാവുക. അതിന് സർക്കാരല്ല ഉത്തരവാദി. എൻ്റെ പ്രായത്തിലൊരു തെറ്റതിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഞാനാണ് ഉത്തരവാദി. അത്തരത്തിൽ വന്ന ചില പെശകുകളാണ് നിങ്ങളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, നിങ്ങളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പായി കണ്ട ഒരു വിഷ്വൽ, ഒരു സ്ത്രീ അന്വേഷിച്ച് പോയപ്പോൾ ആ സ്ത്രീ 48 വയസ്സ് തന്നെയാണ് എന്ന ആധികാരികമായ രേഖ മാധ്യമങ്ങളെ കാണിക്കുന്നു. ആ സ്ത്രീയും അവരുടെ ഭർത്താവും പറയുന്നു കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ രേഖ ഈ രേഖയിൽ പരാമർശിക്കപ്പെട്ട 51 പേരും തെറ്റ് എന്നല്ല. ഇപ്പോൾ നമ്മുടെ മുൻപാകെയുള്ള വിവരം അതിൽ 4, 5, 10 എത്രയോ പേരാണെങ്കിൽ അത്ര പേർ, എന്നാൽ ബാക്കിയുള്ള 40 പേർ അല്ലെങ്കിൽ 45 പേർ ഈ പ്രായപരിധിയിലുള്ളവർ തന്നെയാണ് എന്ന് തെളിയുകയാണല്ലോ ഈ കൂട്ടത്തിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമാണ്. ഇത് നമ്മുടെ ശ്രീ സ്വരാജ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആരാണോ വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്യുന്നത് അവർ നൽകുന്ന വിവരമാണ്. അവരാണ് വയസ്സ് കുറച്ചാണെങ്കിൽ കുറച്ച്, കൂടിയതാണെങ്കിൽ കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ തന്നെയാണ് അവരുടെ പേരിൽ തെറ്റുണ്ടെങ്കിൽ അത് വരുത്തിയിരിക്കുന്നത്. പക്ഷേ അവർ വരുത്തിയ ഒരു തെറ്റ് അതേ രീതിയിൽ തന്നെ എടുത്ത് സുപ്രീം കോടതിക്ക് മുമ്പാകെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരമൊരു അടിയന്തര സാഹചര്യം, ഒരു അടിയന്തരമായി ഇങ്ങനെ ഒരു രേഖ സുപ്രീം കോടതിയുടെ മുമ്പാകെ എത്തിക്കേണ്ട എന്ത് സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അത് എനിക്കോ താങ്കൾക്കോ അത് സംബന്ധിച്ച് അവസാന വാക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ 2 യുവതികൾ ശബരിമലയിൽ വന്നതിൻ്റെ പേരിൽ അക്രമം നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചപ്പോൾ സാന്ദർഭികമായി പരാമർശിച്ച കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഈ വിവരം. അത് ആ അഭിഭാഷകന്റെ ഒരു വിലയിരുത്തലിന്റെയും വിശകലനത്തിന്റെയും ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. സർക്കാരിന്റെ ഒരു സത്യവാങ്മൂലമല്ല. സർക്കാരിന്റെ സത്യവാങ്മൂലമല്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. സുപ്രീം കോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് കൂടിയുണ്ട്. ശ്രീ എം ആർ അഭിലാഷ്, ഇന്നലത്തെ ഈ 2 യുവതികളുടെ, കനകദുർഗയുടെയും ബിന്ദുവിൻ്റെയും ഹർജി വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തേണ്ട ഒരു സാഹചര്യം ആ കേസിലുണ്ടായിരുന്നു. ശ്രീ എം ആർ അഭിലാഷ്, കേൾക്കാമോ? ഇന്നലെ കനകദുർഗയുടെയും ബിന്ദുവിൻ്റെയും ഹർജികൾ സുപ്രീം കോടതിയിൽ വന്നു. ആ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ 51 യുവതികൾ ശബരിമല ദർശനം നടത്തിയെന്നും അവരുടെ ലിസ്റ്റാണെന്നും സുപ്രീം കോടതിയിൽ പരാമർശിച്ചത്. സുപ്രീം കോടതി അത് ഫയലിൽ നൽകിയിട്ടില്ല. അങ്ങനെ ആ പട്ടിക സുപ്രീം കോടതിയിൽ ആ ഘട്ടത്തിൽ പരാമർശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ. അഷ്റഫ്, ആദ്യം താങ്കൾ പറഞ്ഞത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. കേൾക്കാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മറുപടി തരട്ടെ. ആ സമയത്ത് കോടതിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അവിടെ ആ രീതിയിൽ ഒരു സബ്മിഷൻ നടത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ലായിരുന്നു. ബിന്ദുവും കനകദുർഗയും ഭരണഘടനയുടെ 32-ാം അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിയിൽ വന്ന് ജീവന് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കസ്റ്റോഡിയനായിട്ടുള്ള സുപ്രീം കോടതിക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഒരു മറു ചോദ്യം പോലും ഉന്നയിക്കാതെ പെട്ടെന്ന് സുരക്ഷയ്ക്ക് ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റേറ്റിന്റെ അഭിഭാഷകൻ അങ്ങോട്ട് കയറി പറയുകയായിരുന്നു, ഞങ്ങൾ ഓൾറെഡി സുരക്ഷ കൊടുക്കുന്നുണ്ട്, അത് മാത്രമല്ല 51 സ്ത്രീകൾ ഓൾറെഡി കയറിയിട്ടുമുണ്ട്. ഈ രീതിയിൽ ഒരു സബ്മിഷൻ നടത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അവിടെ അങ്ങനെ അനവസരത്തിൽ ഒരു സബ്മിഷൻ നടത്തി എന്നത് പൊതുസമൂഹവും ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. റിവ്യൂ പെറ്റീഷൻസ് എല്ലാം ഹിയറിംഗിന് വരുന്ന സമയത്ത് കോടതിയുടെ പുനഃപരിശോധനാ ഹർജിയോടുള്ള സമീപനത്തെ സ്വാധീനിക്കുവാൻ വേണ്ടി ബുദ്ധിപരമായിട്ട്
വ്യവഹാര തന്ത്രത്തിന്റെ ഭാഗമായി അവിടെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധീകരിച്ച് ഒരു ആക്സിഡന്റലായിട്ടുള്ള ഒരു സബ്മിഷൻ അല്ല ശ്രീ അഷ്റഫ്. അത് ബോധപൂർവം അവിടെ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു. ഇത് റഫാൽ കേസിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് തെറ്റായ നോട്ട് ഹാൻഡ് ഓവർ ചെയ്തതുപോലെ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നത്. പക്ഷെ കോടതിക്ക് മനസ്സിലായി, ഈ ഒരു റിട്ട് ഹർജി സതുദ്ദേശത്തോടുകൂടി വന്നതായിരുന്നില്ല എന്ന് കോടതിക്ക് മനസ്സിലായത് കൊണ്ടാണ് കോടതിയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചതിന് ശേഷം ഇനി ഞങ്ങൾ അതിലധികമൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് കോടതി കൺക്ലൂഡ് ചെയ്തത്. ശ്രീമതി കനകദുർഗയ്ക്കും ബിന്ദുവിനും, ഈ രണ്ട് സഹോദരിമാർക്ക് കേരള ഹൈക്കോടതിയെ സമീപിക്കാമായിരുന്നല്ലോ. ശബരിമല പ്രവേശനവുമായി സംബന്ധിച്ച എല്ലാ ഹർജികളും അവിടെ കേൾക്കുന്നുണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ കേരള സർക്കാരിനെ സമീപിക്കാമായിരുന്നല്ലോ. ശക്തമായ കരങ്ങൾ വെച്ച് അവർ സംരക്ഷണം കൊടുക്കില്ലായിരുന്നോ? എന്തുകൊണ്ട് ഈ ഒരു അവസരത്തിൽ സുപ്രീം കോടതിയിൽ വന്നു? ജീവന് സുരക്ഷിതത്വം ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന സുപ്രീം കോടതിയിൽ ആ ഹർജിയുടെ ഭാഗമായിട്ട്, പുനഃപരിശോധനാ ഹർജിയുടെ ഭാഗമായി പിന്നീട് പരിഗണിക്കാൻ വെച്ചിരുന്ന പരിഗണനാ വിഷയങ്ങൾ ഇവിടെ റൈസ് ചെയ്തു. കൊടുത്തിരുന്ന പ്രയർ എന്താണ്? ശുദ്ധിക്രിയ നടത്തുന്നതിൽ നിന്നും തന്ത്രിയെ പ്രൊഹിബിറ്റ് ചെയ്യുക. ഇതിന്റെയൊക്കെ ശരിതെറ്റുകൾ പിന്നീട് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്നതാണ് എന്ന് പൂർണ്ണമായിട്ടും ബോധ്യമുള്ള അഭിഭാഷകരുൾപ്പെടുന്ന സർക്കാരിന്റെ ടീമാണ് ഈ രീതിയിൽ ഒരു സബ്മിഷൻ അവിടെ നടത്തിയത്. പിന്നെ ആരുടെ പേരിലാണ് നടത്തിയതെന്നുള്ളതും നാം മനസ്സിലാക്കണം. ഇത് ഈ നോട്ടിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. DGP കൊടുത്ത ഒരു റിപ്പോർട്ടാണ്, DGPയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. CBIയുടെ IPS ഓഫീസർ ശ്രീ എം ആർ അഭിലാഷ്, താങ്കൾ പറയുന്നതിനിടയിൽ താങ്കൾ പരാമർശിച്ചു കണ്ടു സതുദ്ദേശത്തോടെയല്ല ഈ യുവതികൾ സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന്. എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ അങ്ങനെ വാദിക്കുന്നത്? രണ്ട് യുവതികൾ, അവർക്ക് സംരക്ഷണം ലഭിക്കുന്നില്ല എന്ന് തോന്നിയാൽ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് മുമ്പാകെ തങ്ങളുടെ പരാതികൾ ബോധിപ്പിച്ച് തങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തി വാങ്ങാൻ അവർക്ക് അവകാശമില്ലേ? എന്തിനാണ് താങ്കൾ ഒരു അപാകത കാണുന്നത്, സംശയിക്കുന്നത്? അവിടെയാണ് ശ്രീ അഷ്റഫ്. സാധാരണ ഞാൻ പറഞ്ഞല്ലോ, അവരെ സഹോദരിമാരെന്നാണ് ഞാൻ വിശേഷിപ്പിച്ചത്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ വ്യവഹാര വഴിയിലെ കോംപ്ലക്സിറ്റീസ് ഒക്കെ അറിയാവുന്നത് കൊണ്ട് ഇന്നലെ സുപ്രീം കോടതിയിൽ സംഭവിച്ചത് ഒരു ആക്സിഡന്റൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ല എന്ന് പൂർണ്ണമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടും ഇതൊരു കോൺസ്പിറസിയുടെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ടും കേരളത്തിൽ അതിശക്തമായ ഈ സഹോദരിമാർക്ക് സുരക്ഷ കൊടുക്കുവാൻ ശക്തമായ കരങ്ങളുള്ള ഒരു മുഖ്യമന്ത്രിയല്ലേ ഉള്ളത്? അവിടെ ഒരു സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇല്ലേ? ഇത്രയും അധികം റെസിസ്റ്റൻസ് ഉണ്ടായിട്ടും ശബരിമലയർക്ക് അവർക്ക് ദർശനം സാധ്യമാക്കി കൊടുത്ത, അവരുടെ ആഗ്രഹം സബലീകരിച്ചു കൊടുത്ത ഒരു സർക്കാരല്ലേ കേരളത്തില്? എന്തുകൊണ്ട് അവർക്ക് സുരക്ഷ കൊടുത്തില്ല? അവർക്ക് സുരക്ഷ കൊടുക്കാനായില്ല? അല്ലെങ്കിൽ അവരതിൽ നിന്നും പിന്നോക്കം മാറുമോ? കേരള ഹൈക്കോടതി എന്തുകൊണ്ട് സമീപിച്ചില്ല? അടുത്തുള്ള സ്ഥാപനമല്ലേ കേരള ഹൈക്കോടതി. ശരി എം ആർ അഭിലാഷ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ PM സുരേഷ് ബാബു, എം ആർ അഭിലാഷ് സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഒരു അസ്വാഭാവികത അല്ലെങ്കിൽ ഒരു ദുരൂഹത ഈ ഹർജിയിൽ താങ്കൾ കാണുന്നുണ്ടോ? മാത്രമല്ല, അതിൽ എം ആർ അഭിലാഷ് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അനവസരത്തിലാണ് ആ പരാമർശം സർക്കാരിൻ്റെ അഭിഭാഷകൻ നടത്തിയത്. അതായത് 51 യുവതികളുടെ പട്ടിക സംബന്ധിച്ച പരാമർശം നടത്തിയത്. അങ്ങനെ ഒരു പരാമർശം നടത്തി ഇതിൻ്റെ റിവ്യൂ പെറ്റീഷൻ വരുമ്പോൾ ആ കോടതിയെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമമായി താങ്കൾ ഇന്നലത്തെ സംസ്ഥാന സർക്കാരിൻ്റെ സുപ്രീം കോടതിയിലെ നീക്കങ്ങളെ വായിക്കുന്നുണ്ടോ? ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ തന്നെ ഇന്നലത്തെ ചർച്ചയിൽ തന്നെ ഞാനിത് ഉന്നയിച്ചതാണ്. ഞാനിപ്പോൾ ശ്രീ അഭിലാഷിൻ്റെ പരാമർശം കൂടി വന്നപ്പോൾ എൻ്റെ സംശയങ്ങൾ കുറച്ചുകൂടി ദൃഢീകരിച്ചു എന്നുള്ളത് തന്നെയാണ് എനിക്കിപ്പോൾ ആമുഖമായിട്ട് പറയാനുള്ളത്. ഇന്നലെ തന്നെ ഞാൻ ചോദിച്ചു, എന്തിനാണ് സർക്കാർ ഈ 51 പേരുടെ ലിസ്റ്റ് അവിടെ കൊടുത്തത്? എൻ്റെ വാദം, ഇവർക്ക് യഥാർത്ഥത്തിൽ പ്രൊട്ടക്ഷൻ കിട്ടരുത് എന്ന ഒരു ഉദ്ദേശം ആ പരാമർശത്തിലോ അല്ലെങ്കിൽ ആ സബ്മിഷനിലോ ഉണ്ട് എന്നതാണ് ഞാൻ പരാമർശിക്കുന്നത്. കാരണം 2 പേർക്ക് പ്രൊട്ടക്ഷൻ വേണം. ശ്രീ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 സഹോദരിമാർക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് ഗവൺമെൻറ്റിനോട് ഞാൻ വിചാരിച്ചത് ഗവൺമെൻറ്റിനോട് അഭിപ്രായം ചോദിച്ചു എന്നാണ്. ഇപ്പോൾ ചോദിച്ചിട്ട് പോലും ഇല്ല എന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുന്നതിന് പകരം ഇവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള പെറ്റീഷനകത്ത് 51 പേര് അവിടെ കയറിയിട്ടുണ്ട്, ഒരു പ്രശ്നവും അതിനകത്ത് വരുന്നില്ല എന്ന ഭംഗ്യന്തരേണ പറയത്തക്ക വിധത്തിൽ
ഇവർക്ക് പ്രത്യേകമായിട്ടൊരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കത്തക്ക വിധത്തിലാണ് ഈ 2 പേര് മാത്രമല്ല 51 പേര് അവിടെ കയറി എന്ന ഒരു പരാമർശം കോടതിക്ക് ഗവൺമെൻറ്റിന് വേണ്ടി അഭിഭാഷകൻ നടത്തിയത് എന്ന് സംശയിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അതിനേക്കാൾ കൂടുതലാണ് ഇതിനകത്ത് നടന്ന സംഭവ വികാസമെന്ന് ശ്രീ അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി അനവസരത്തിലുള്ളതും അനുചിതവുമായ പരാമർശം നടത്തി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതിനകത്ത് ഗൂഢോദ്ദേശമുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് സംശയവും ജനിക്കുകയാണ്. ശ്രീ PM സുരേഷ് ബാബു, സർക്കാരിന് അങ്ങനെ വേണമെങ്കിൽ, സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണല്ലോ ക്രമസമാധാന പാലനം, സ്വാഭാവികമായും ഇത്തരത്തിലൊരു ഹർജി വരുമ്പോൾ വേണമെങ്കിൽ സർക്കാരിന് നേരിട്ട് തന്നെ പറയാമല്ലോ അവർക്ക് വേണ്ട സുരക്ഷ സംസ്ഥാനത്ത് ഏർപ്പെടുത്തുമെന്ന്. അത് പറഞ്ഞാൽ മതിയല്ലോ സർക്കാർ. അതിന് മുതിരാതെ അതങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതി കൃത്യമായി അവരുടെ ഹർജി അംഗീകരിക്കുകയും ചെയ്തു. അത് പറയുന്നതിന് പകരം ഈ ലിസ്റ്റ് അവിടെ കൊടുക്കുന്നത് ഒരു ഗൂഢാലോചനയാണെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? അതാണല്ലോ ഇപ്പോൾ അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചല്ലോ നമ്മളോട്. അഭിലാഷ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, റിവ്യൂ ഹർജി എന്നാണോ എടുക്കപ്പെടുന്നത് അന്നത്തെ കാര്യത്തിനുള്ള ഒരു ഫൗണ്ടേഷൻ ലേയിങ് ആണ് എന്ന തലത്തിലാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വസ്തുതയാണ് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇന്നലെ അങ്ങനെ ഒരു പരാമർശത്തിൻ്റെ ഒരു പ്രസക്തിയുമില്ല. ഇവരുടെ പെറ്റീഷൻ വന്നപ്പോൾ തന്നെ പെറ്റീഷൻ അലൗ ചെയ്തുകൊണ്ടുള്ള സർക്കാർ കോടതിയുടെ ഉത്തരവ് ഉണ്ടായല്ലോ. പിന്നെ ഒരു ആവശ്യമില്ലാതെ എഴുന്നേറ്റ് നിന്ന് പറയേണ്ടത് എന്തോ ചില കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ ഗൂഢമായിട്ടുണ്ടാക്കാനോ പരിശ്രമിക്കുന്നു എന്ന് എനിക്ക് തോന്നിയ സംശയം ഇന്ന് ഈ ചർച്ചയിൽ വന്നപ്പോൾ കൂടുതൽ ദൃഢീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ തിരിച്ചെത്താം. ശ്രീ M. സ്വരാജ്, അങ്ങനെ റിവ്യൂ പെറ്റീഷൻ വരുമ്പോൾ കോടതിയെ സ്വാധീനിക്കാനുള്ള ഒരു മുന്നുപാധി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മുഴം മുമ്പേ സംസ്ഥാന സർക്കാർ എറിഞ്ഞതാണോ ഈ 51 പേരുടെ പട്ടിക? അതിൽ സർക്കാരിന് പിഴച്ചോ അങ്ങനെയാണെങ്കിൽ? അതൊക്കെ സത്യം പറഞ്ഞാൽ മറുപടി അർഹിക്കാത്ത ഒരു തരം വാദങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെ ഒന്നും ഗൗരവമായി കാണുന്നില്ല. ഞാൻ 1-2 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒന്നിവിടെ ബഹുമാന്യനായ അഭിഭാഷകൻ ഇവിടെ സൂചിപ്പിച്ചു, ഈ ഹർജി സതുദ്ദേശപരമല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഉപയോഗിച്ചൊരു വാചകമാണ്. അതെങ്ങനെയാണ് അദ്ദേഹം പറയുക? അദ്ദേഹം അത് പറയാൻ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ അത് പറയാൻ അർഹതയുള്ള ഒരാളാണോ? അത് കോടതിയല്ലേ പറയേണ്ടത്? അദ്ദേഹം പറയാണ് കോടതിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരി. ഞാൻ പറയുന്നത് നമുക്കില്ലാത്ത അധികാരം നമ്മളുണ്ട് എന്ന് ഭാവിക്കരുത്. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം, അദ്ദേഹം ചില യുക്തികൾ ഉയർത്തിയിട്ട് ചോദിക്കുകയാണ്, ഇവരെന്തിന് സുപ്രീം കോടതിയിൽ വന്നു? ഇവർക്ക് ഹൈക്കോടതിയിൽ പോകായിരുന്നില്ലേ? അവരുടെ അടുത്തുള്ള കോടതിയിൽ എന്തുകൊണ്ട് പോയില്ല എന്ന്? ഇങ്ങനെയൊക്കെ ഒരു ചർച്ചയിൽ ഒരാൾ പറഞ്ഞാൽ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഒരു കനവെത്രയാണ്. നോക്കൂ, ഞാൻ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഈ അഭിഭാഷകൻ എന്തിനാണ് സുപ്രീം കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് കോടതിയില്ലേ? മജിസ്ട്രേറ്റ് കോടതിയിലോ ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലോ പോയി പ്രാക്ടീസ് ചെയ്താൽ പോരെ? എന്തിന് ഡൽഹിയിൽ പോയി എന്നൊക്കെ ഞാൻ ചോദിച്ചാൽ ആ ചോദ്യത്തിന് വല്ല വിലയുമുണ്ടോ? ജൂറിസ്ഡിക്ഷനുള്ള ഒരു കോടതിയുടെ മുൻപാകെ വ്യവഹാരം നടത്താൻ വേണ്ടി പോവുക എന്നത് ഒരു ഇന്ത്യൻ പൗരൻ്റെ റൈറ്റാണ്. ഈ പറയപ്പെടുന്ന 2 സ്ത്രീകൾ അവർ ആഗ്രഹിക്കുന്ന കോടതി മുൻപാകെ പോകാൻ അവർക്ക് അധികാരമല്ലേ? തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. അതിനു മുമ്പ് കുക്കു ദേവകിയിലേക്ക് കൂടി ഒന്ന് പോകാം. ദയവായി ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ തിരിച്ചു വരാം ആ വിഷയത്തിലേക്ക്. ഒറ്റ കാര്യം കൂടി പറഞ്ഞോളട്ടെ. ശ്രീ M. സ്വരാജ്, ഞാൻ തിരിച്ചു വരാം. ശ്രീമതി കുക്കു ദേവകി, ഇവിടെ പ്രധാനമായും ഉയർന്ന ഒരു കാര്യം, ഈ 2 യുവതികൾ സുപ്രീം കോടതിയെ സമീപിച്ചതിൽ ദുരൂഹതയുണ്ട്, അല്ലെങ്കിൽ അത് സതുദ്ദേശപരമല്ല എന്നാണ് അഡ്വക്കേറ്റ് M. R. അഭിലാഷും PM സുരേഷ് ബാബുവും ഒരുപോലെ പറയുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു? താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹപ്രവർത്തകരായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം ശ്രമങ്ങളെ പിന്തുണച്ചതുകൊണ്ട് കൂടിയാണത്. എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം സുപ്രീം കോടതി ഒരിക്കലും ഈ ഉദ്ദേശത്തിനെ ചോദ്യം ചെയ്തിട്ടില്ല. സുപ്രീം കോടതി അവർ കൊടുത്ത ഹർജീനെ അംഗീകരിച്ചുകൊണ്ടാണ്, അതായത് അവർ മല കയറി എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അവർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് സ്റ്റേറ്റിനോട് പറയുന്നത്, സർക്കാരിനോട് പറയുന്നത്. അവരെ എന്തായാലും സംരക്ഷിച്ചേ മതിയോ. വെറുതെ അല്ല അവർ ഈ ഹർജി കൊണ്ടുപോകുന്നത്. ശബരിമല കയറിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവർ ഈ ഹർജിയുമായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു ദിവസം അവർക്ക് ഒരു വെളിച്ചപ്പെടൽ തോന്നിയിട്ട് അവർ പോയതല്ലാതെ. അപ്പോൾ M. R. അഭിലാഷ് വക്കീൽ എന്ത് ഉദ്ദേശത്തിലാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സുപ്രീം കോടതിനെ തന്നെ
ഈ രീതിയിൽ പറയുന്ന ആളുടെ പുറകിലുള്ള വികാരം എന്താണെന്നും കൂടി എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് അവരുടെ ഇടത്തിലേക്ക് പോകുവാനായിട്ടോ അവിടെ ജോലി ചെയ്യാനായിട്ടോ ഇപ്പോൾ കനകദുർഗ അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം നമ്മളെല്ലാവരും TV-യിലൂടെ കണ്ടതാണ്. അവരെ അടിച്ചതും അവരിപ്പോഴും ഹോസ്പിറ്റലാണെന്നാണ് ഞാൻ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്തിനാണ് ഇത്ര ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് നമ്മൾ ഇടപെടുന്നത് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഈ സ്ത്രീകൾ അവിടെ പോയ സ്ത്രീകളെല്ലാവരും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. മനീതി സംഘത്തിനെ ഓടിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് ഇവിടെ ഇവർ പറയുന്നു അവിടെ സ്ത്രീകൾ കയറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ പോയിട്ടുള്ള സ്ത്രീകൾ, അതായത് ശബരിമല വരെ എത്തിയിട്ടുള്ള സ്ത്രീകൾ, പമ്പ വരെയോ അല്ലെങ്കിൽ നിലയ്ക്കൽ വരെയോ അല്ലെങ്കിൽ അതിനടുത്ത് ചന്ദ്രാനന്ദ റോഡ് വരെയോ എത്തിയിട്ടുള്ള സ്ത്രീകളൊക്കെ തന്നെ ശബരിമല ഉദ്യമത്തിൽ അല്ലെങ്കിൽ ശബരിമല കയറാൻ പോയിട്ടുള്ള സ്ത്രീകളാണ്. ഏകദേശം അവർ കയറിയ പോലെ ഒക്കെ തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. അവരൊക്കെ തന്നെ സ്ത്രീകളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അവിടേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ ചർച്ച തന്നെ ഒരു എന്താ പറയുക, ഒരു അപഹാസ്യമായിട്ടുള്ള ചർച്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾ മാത്രമല്ല അവരുടെ വിശ്വാസം കൂടി. ഇപ്പോൾ മഞ്ജുവിനെ ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ജു എന്നോട് പറഞ്ഞത്, വക്കീലെ ഞാൻ വളരെയധികം വിശ്വാസമുള്ള ആളാണ്, ഞാൻ വിർച്വൽ ക്യൂ വരെ കൊല്ലം ജില്ലാ കളക്ട്രേറ്റിൽ മഞ്ജു അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്, അവൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് മല കയറാനായിട്ട്. പക്ഷേ ഇവിടുത്തെ പോലീസും ഇവിടുത്തെ അനുബന്ധ അതോറിറ്റീസും ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് അവൾ ആരോടും പറയാതെ ശബരിമല കയറാൻ പോയത്. എന്നിട്ട് എന്താണ് മഞ്ജുവിന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മളത് കണ്ടിട്ടുള്ളതാണ്. മഞ്ജു ബസ്മട്ടു, മഞ്ജു വേഷം മാറി. ഞാൻ പറയുന്നത് സ്ത്രീകൾ അങ്ങനെയെങ്കിലും അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ധർമ്മം ജയിക്കാൻ വേണ്ടി കുറച്ച് കളികളൊക്കെ ആവാം. നമ്മൾ മഹാഭാരതം വായിച്ചിട്ടുള്ള ആൾക്കാരാണ്, നമുക്കറിയാവുന്നതാണ് അവിടെ ഭഗവത്ഗീതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഈ രണ്ടുപേരും ശ്രീ എം സ്വരാജും കുക്കു ദേവകിയും ഒരേപോലെ ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീകൾ സുപ്രീം കോടതിയെ സമീപിച്ചതിനെ സംശയിക്കുന്നത്? അല്ലെങ്കിൽ അതൊരു ഗൂഢാലോചനയുടെയോ അല്ലെങ്കിൽ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ അതിൽ ചില സംശയങ്ങൾ താങ്കൾ ഉയർത്തുന്നത്? ശ്രീ അഷ്റഫ്, ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഒരടിസ്ഥാനമില്ലാതെ ഒരാരോപണം ഞാൻ സാധാരണ ഉന്നയിക്കാറില്ല. ഈ ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിക്കുവാനുള്ള നിയമപരമായിട്ടുള്ള അവകാശം അവർക്കുണ്ട്. സുപ്രീം കോടതി ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കസ്റ്റോഡിയനാണ്. കോടതി അവർക്ക് റിലീഫ് കൊടുത്തു, ഉത്തരവ് പാസാക്കി. അവിടം വരെയുള്ള കാര്യത്തെക്കുറിച്ചല്ല ശ്രീ അഷ്റഫ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒന്ന് പൂർത്തിയാക്കാൻ ദയവായി അനുവദിക്കണം. ഞാൻ പറഞ്ഞ വിഷയം പെൺകുട്ടികൾക്ക് സുരക്ഷ കൊടുത്തതിനെ കുറിച്ചല്ല, അത് കോടതി കൊടുക്കണം. പക്ഷേ അതിനോടനുബന്ധിച്ച് ആവശ്യപ്പെട്ട അപേക്ഷകൾ, പ്രയേഴ്സ് പലതും സുപ്രീം കോടതിയുടെ റിവ്യൂ ഹർജിയുടെ പരിഗണനയുടെ ഭാഗമായി വരേണ്ടതായിട്ടുള്ളതെല്ലാം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്ത്രി ശുദ്ധിക്രിയ നടത്തുന്നതിൽ നിന്നും പ്രൊഹിബിറ്റ് ചെയ്യണം. ശുദ്ധിക്രിയ ചെയ്തത് തെറ്റാണെന്ന് സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്യണം. ഒരു ഡിക്ലറേഷനാണ് ആവശ്യപ്പെട്ടത്, മാൻഡമസ് ഇഷ്യൂ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. ഒരു ഹർജി പരിശോധിക്കുമ്പോൾ അതിനെ പൂർണ്ണതയിൽ പരിശോധിക്കുന്നത് അഭിഭാഷകരുടെ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പം ഞാൻ ഈ ഹർജി വായിക്കുകയുണ്ടായി ശ്രീ അഷ്റഫ്. ഈ പെൺകുട്ടികളുടെ സുരക്ഷ ആവശ്യപ്പെട്ടതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ മീഡിയ ഡിസ്കോഴ്സസിലൊക്കെ ഒരു വാക്ക് എടുത്തിട്ട് പെട്ടെന്ന് അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ചർച്ച അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് ചില അവ്യക്തത വരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. ഞാനിത് പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. ഈ ഹർജി ഡ്രാഫ്റ്റ് ചെയ്തത് ശ്രീമതി ഇന്ദിരാ ജയ്സിംഗ് എന്ന് പറയുന്ന സീനിയർ അഭിഭാഷകയുടെ ഓഫീസ് ജൂനിയർ ആയിട്ടുള്ള നെഹ്മത്ത് കൗറാണ്. അത് ആ ഹർജിയിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. സീനിയർ അഭിഭാഷക ഒരു രീതിയിലും ഡ്രാഫ്റ്റിംഗിൽ ഇടപെടാൻ പാടില്ല. അവരുടെ ഓഫീസ് ജൂനിയർ അത് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആർപ്പോ വാർത്തവം എന്ന് പറയുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് അവർ കേരളത്തിൽ വന്നതാണ്. ഒരു സീനിയർ അഭിഭാഷക ഒരിക്കലും ക്ലയന്റുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. ഒരു അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് ഫയൽ ചെയ്ത കേസ് ഡ്രാഫ്റ്റ് ചെയ്തത് സീനിയർ അഭിഭാഷകയുടെ ഓഫീസ് ജൂനിയർ ആണ്, ഈ നെഹ്മത്ത് കൗർ ആണെന്നുള്ളത് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ നിന്നും വ്യക്തമാണ്. അങ്ങനെ വരുമ്പോൾ അവരുന്നയിച്ച പ്രയേഴ്സ് ഒന്നും തന്നെ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ടുന്ന റിലീഫ് ആ റിട്ട് പെറ്റീഷന്റെ ഉദ്ദേശത്തിൽ നിന്നും വ്യതിചലിച്ചതായതുകൊണ്ട് സ്വാഭാവികമായി അങ്ങനെ ഒരു സംശയം വരും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാനും കോടതിയിൽ ഹാജരായതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളെ അതിന്റെ ഗൗരവത്തിൽ കാണുവാനുള്ള ഒരു സമീപനം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഞാൻ അവരെ സഹോദരിമാരെന്നാണ് വിശേഷിപ്പിച്ചത്. അവർ ദർശനം നടത്തിയതിൽ എനിക്കൊരു ഒബ്ജക്ഷനും ഇല്ല.
ഞാൻ പറഞ്ഞത് ഈ റിവ്യൂ പെറ്റീഷൻ പരിഗണനയ്ക്ക് വരുന്ന സമയത്ത് അതിന് മുൻപായിട്ട് കോടതിയുടെ നയത്തെ സ്വാധീനിക്കുവാനുള്ള ഒരു വ്യവഹാര തന്ത്രം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ശരി ഞാൻ അഭിലാഷേ, നേരത്തെ വ്യവഹാര അഭിലാഷേ, തന്ത്രം അതിന് എന്നൊരു താങ്കൾ പദം ഉപയോഗിച്ചത് അതിന് നിങ്ങൾ താങ്കളുടെ ആ വാദത്തിന് നിദാനമായി താങ്കൾ ഞാൻ പറയുന്ന പൂർത്തിയാക്കിക്കൊള്ളട്ടെ. ഞാൻ വരാം. ഒരു മിനിറ്റ് ശ്രീ, ഞാനല്ല, അതിലൊരു സംശയമുണ്ട്. താങ്കൾ ഈ പറഞ്ഞതിലൊരു സംശയമുണ്ട്. താങ്കൾ പറഞ്ഞത് ഒരു മിനിറ്റ്. അതെ, അല്ലെ, ഞാൻ ഈ പറഞ്ഞതിലൊരു സംശയമുണ്ട്. താങ്കൾ പറഞ്ഞൊരു കാര്യം തന്തിയെ ശുദ്ധിക്രിയ ചെയ്യുന്നതിൽ നിന്ന് വിലക്കണം, അല്ലെങ്കിൽ ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയെ വിലക്കണം എന്നാവശ്യപ്പെട്ടു എന്നാ. അത് ഈ 2 യുവതികളുടെ സന്ദർശനത്തിന് ശേഷമാണല്ലോ അവിടെ ശുദ്ധിക്രിയ നടന്നത്. സ്വാഭാവികമായും അവരുടെ ഹർജിയിൽ അത് പരാമർശിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, അവിടെ ഈ വിഷയങ്ങളൊന്നും തന്നെ കോടതി പരിഗണിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നാലും ഇത് പരിഗണിക്കണമെന്ന് പറഞ്ഞ് അവിടെ ഇൻസിസ്റ്റ് ചെയ്ത ഈ സീനിയർ അഭിഭാഷകയാണ് ഈ കേസിൽ ഇതിനു മുമ്പ് മറ്റ് ഹർജികൾക്കായിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ കോൺസ്പിറസിയുടെ ഒരു ആംഗിൾ പുറത്തു വരുന്നത്. ഇതിനെ സമഗ്രമായിട്ട് മനസ്സിലാക്കുമ്പോൾ നഹമത്ത് കൗറിന് എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യാൻ കഴിയുക? അവരുടെ ഓഫീസ് ജൂനിയർ അല്ലേ? സീനിയർ അഭിഭാഷകരുടെ ഓഫീസ് ജൂനിയേഴ്സ് ആണോ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡിന് വേണ്ടി പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്? ഇതിനകത്തെ കോംപ്ലക്സിറ്റീസ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി ബഹുമാനപ്പെട്ട സുഹൃത്ത് ശ്രീ സ്വരാജിന്റെ ആരോപണത്തിനെ കുറിച്ചൊന്ന് പറയട്ടെ. ഞാൻ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ശ്രീ അഷ്റഫ് നിലപാടെടുക്കുന്നത്. ഇപ്പോൾ അയോധ്യ വിഷയത്തിൽ വരുമ്പോൾ ഞാൻ BJP എതിർക്കും, റഫാൽ വിഷയത്തിൽ വരുമ്പോൾ ഞാൻ BJP എതിർക്കും. അഴിമതി നടന്നിട്ടുള്ള ചിദംബരത്തിന്റെ വിഷയം വന്നപ്പോൾ ഞാൻ കോൺഗ്രസ് പാർട്ടിയെ എടുത്തു. ഞാൻ എന്റെ കൺവിക്ഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് യാത്ര ചെയ്യുന്നത്. അവിടെ അങ്ങനൊരു വ്യാഖ്യാനം ശ്രീ സ്വരാജ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പൊതുവെ പാർട്ടിയുടെ ഇങ്ങനെയുള്ള വിഷയത്തോടുള്ള സമീപനത്തിന്റെ ഭാഗമാണ്. ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസമാണ് ലോകത്തിലെ ഏറ്റവും മാനവികമായ തത്വചിന്തയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാൻ സമയമില്ല, ദയവായി ക്ഷമിക്കണം. CPM സുരേഷ് ബാബു, MR അഭിലാഷ് പറഞ്ഞ ഈ കാര്യങ്ങൾ, താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണല്ലോ. MR അഭിലാഷ് ഈ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾക്ക് പൂർണ്ണമായും കൺവിൻസ് ആയോ? ആരോടാ ചോദ്യം? CPM സുരേഷ് ബാബുവിനോടാണ്. എനിക്ക് ഇദ്ദേഹം പറഞ്ഞത് കുറേ കൂടെ കോംപ്ലക്സിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുറേ കൂടെ കോംപ്ലക്സിറ്റിയാണ്. കാരണം അവിടുത്തെ ഓഫീസ് പ്രൊസീജിയേഴ്സാണ് സുപ്രീം കോടതിയിലെ കേസുകൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൽ, സബ്മിറ്റ് ചെയ്യുന്നതിൽ തുടങ്ങിയിട്ടുള്ള ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സീനിയർ ലോയേഴ്സിന് ഒരിക്കലും ക്ലയൻസിനെ കാണാൻ പാടില്ല, ക്ലയൻസിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ്സാണ് അവർ ബ്രീഫ് ചെയ്യുന്നത്. അവർ ക്ലയൻസ് അവരുടെ ഇഷ്ടത്തിനും സീനിയർ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്സിൻ്റെ ഇഷ്ടത്തിനുമുള്ള സീനിയേഴ്സിനെ നിശ്ചയിക്കുകയാണ്. തുടങ്ങിയിട്ടുള്ള നടപടികളെ കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനൊരു സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളല്ല. എനിക്കതിനെക്കുറിച്ച് വളരെ ആധികാരികമായി ശ്രീ അഭിലാഷൻ പറയുന്നതിന് വിരുദ്ധമായി ഒന്നും പറയാൻ കഴിയുന്ന ഒരാളല്ല. അത്തരമൊരു ചില സാഹചര്യങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുപ്രീം കോടതിയിൽ വരാനിരിക്കുന്ന കേസിനകത്ത് ഇവർ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന വാദഗതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഫൗണ്ടേഷൻ ലേയിങ് നടത്താനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതൊന്നും ഒരു യഥാർത്ഥത്തിൽ ചെയ്യാൻ പാടുള്ളതല്ല. ജനാധിപത്യത്തിൻ്റെ പേരിലല്ല, ഒരു മോറൽ എത്തിക്സിൻ്റെ മുകളിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അതുകൊണ്ടാണ് ശ്രീ അഭിലാഷ് ചോദിച്ചത്, ഈ യഥാർത്ഥത്തിൽ പോലീസ് പ്രൊട്ടക്ഷൻ മാത്രമാണ് ഈ 2 യുവതികൾക്ക് ആവശ്യമുണ്ടായിരുന്നതെങ്കിൽ അതിന് കുറേ കൂടി പറ്റിയ ഫോറം, ഇത്രയൊന്നും പണച്ചെലവില്ലാത്തൊരു ഫോറം കേരള ഹൈക്കോടതി ഉണ്ടായിരുന്നു. അത് ഉപയോഗപ്പെടുത്താതെ വന്നതിനുള്ള സുപ്രീം കോടതിയിലേക്ക് എത്തിയതിൻ്റെ ദുരൂഹതയിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയിട്ടുള്ളത്. അത് കൂടുതൽ കോംപ്ലക്സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ വാദമുഖത്തെ കുറെ കൂടി പിന്നെ എന്താ പറയേണ്ടത്, ജുഗുപ്സാവഹമാക്കിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ PM സുരേഷ് ബാബു, അഭിലാഷ് പറഞ്ഞതിലെ സാങ്കേതികത്വം അങ്ങോട്ട് മാറ്റി നിർത്താം. അദ്ദേഹം അതിലൊരു കാര്യം പറയുന്നുണ്ട്, റിവ്യൂ പെറ്റീഷനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ചില അതിനുള്ള ഫൗണ്ടേഷൻ ഇടാനുള്ള ചില നീക്കങ്ങൾ ഇതിലുണ്ടായി. അതിൻ്റെ ഭാഗമായി അദ്ദേഹം പറയുന്നത് തന്ത്രിയെ അയോഗ്യനാക്കണം, അതായത് ശുദ്ധിക്രിയ നടത്തിയതിൻ്റെ പേരിൽ തന്ത്രിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമുണ്ടായി എന്നുള്ളതാണ്. ഈ 2 യുവതികൾ ശബരിമല കയറിയതിനു ശേഷമാണ് അവിടെ ഈ ശുദ്ധിക്രിയ നടന്നത്. സ്വാഭാവികമായും അവർ സമർപ്പിച്ചൊരു ഹർജിയിൽ അത് പരാമർശിക്കുക സ്വാഭാവികമാണല്ലോ. ഇനി റിവ്യൂ പെറ്റീഷൻ വരുമ്പോൾ കോടതിയെ സ്വാധീനിക്കാനാണ് ഈ 51 പേരുടെ പട്ടിക തിരക്കിട്ട് കൊടുത്തതെങ്കിൽ എന്ന് നിങ്ങളെ വാദത്തിന് സമ്മതിക്കാം. പക്ഷേ അങ്ങനെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അത് റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കൊടുക്കുന്നതായിരുന്നില്ലേ സർക്കാരിന് നല്ലത്? ഇപ്പോൾ ആ പട്ടികയിലെ അപാകത പുറത്തു വന്നതോടുകൂടി സർക്കാർ തങ്ങളുടെ വാദം സ്വയം ദുർബലപ്പെടുത്തിയില്ലേ ഒരർത്ഥത്തിൽ? അഷ്റഫ് അത് വ്യക്തമായിട്ടൊന്ന് കാണേണ്ടതാണ്. എന്തുകൊണ്ട് അഷ്റഫ് അങ്ങനെ മനസ്സിലാവാത്തത്
എന്നെനിക്ക് തോന്നുന്നു. കാരണം യഥാർത്ഥത്തിൽ ഈ രണ്ട് യുവതികൾക്കുള്ള പ്രശ്നം എന്താണ്? ഈ രണ്ട് യുവതികളുടെ പ്രശ്നം എന്താണ്? ഇപ്പോഴത്തെ ലൈഫ് പ്രോബ്ലം അവരുടെ നിത്യജീവിതത്തിൽ അവരനുഭവിക്കുന്ന ത്രെട്ടനിങ് ആണ്. അത് സംഘപരിവാറുകാരുണ്ട്, വീട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, അങ്ങനെ പലരുമുണ്ട്. അതിൽ നിന്ന് അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം. മറ്റത് ഓൾ ആർ ഗോൺ. ഏത് ശുദ്ധിക്രിയ കഴിഞ്ഞു, ശുദ്ധിക്രിയക്ക് 2 മണിക്കൂറോ 3 മണിക്കൂറോ മറ്റോ നടയടച്ചിട്ടു, അതിനുശേഷമൊക്കെ കഴിഞ്ഞ് അവർ പോയി. അതുകൊണ്ടൊന്നും അവിടെ യാതൊരു തരത്തിലുള്ള അക്രമവും ഇവർക്ക് നേരെ ഉണ്ടായിട്ടില്ല. തന്ത്രി ഇവരെ ഒന്നും ചെയ്തിട്ടില്ല, തന്ത്രി ഇവരെ ചീത്ത പറഞ്ഞിട്ടില്ല, തന്ത്രി ഇവരൊക്കെ പേരിൽ പുണ്യാഹം കുറഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതൊഴിച്ചാൽ ബാക്കി ഒന്നും തന്ത്രി ചെയ്തിട്ടില്ല. തന്ത്രിയെ വിലക്കേണ്ട കാര്യമൊക്കെ പറയേണ്ടത് കാര്യം ഇവർക്കിപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ പെറ്റീഷനിൽ എന്താണ്? അതാണ് പറയുന്നത്. അതാണ് ശ്രീ അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചത്. പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടി പോലീസിനെ സമീപിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ പോലീസ്, കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ DGP ആരെങ്കിലും ഇവർ പ്രൊട്ടക്ഷന് സമീപിച്ചിട്ട് ആ സമീപിച്ചതിന് തിരസ്കരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ പോകാമായിരുന്നു. അതൊന്നും പോകാതെ, ഇത്തരം ഒരു സംഭവം ഉണ്ടാകാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇവരെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ട് എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്ത് കൊണ്ടുപോയ ഗവൺമെൻറ്റിനോട് തന്നെ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണം എന്ന് വീണ്ടും ആവശ്യപ്പെടുമ്പോൾ അതിലാരെങ്കിലും ചില സംശയങ്ങൾ കണ്ടുപോയാൽ അങ്ങെന്തിനാണ് അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നത്? തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീ M. സ്വരാജ്, സ്വാഭാവികമായും ഇത്തരം ഒരു സംശയം ഉയരാം. അതായത് സംസ്ഥാനത്ത് പോലീസ് വളരെ ശക്തമായി ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നുണ്ടല്ലോ. ഈ രണ്ട് യുവതികളെ പോലീസ് തന്നെയാണല്ലോ ഈ പ്രതിരോധമെല്ലാം ഭേദിച്ചുകൊണ്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നത്. മാത്രമല്ല ശക്തമായ ഒരു ആഭ്യന്തര വകുപ്പും സംസ്ഥാനത്തുണ്ടെന്നാണല്ലോ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോട്, സംസ്ഥാന സർക്കാരിനോട് പ്രൊട്ടക്ഷൻ തേടുന്നതിന് പകരം, ഇനി അവിടെ നിന്ന് ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് പകരം നേരെ എന്തിന് സുപ്രീം കോടതിയിൽ പോയി എന്നുള്ളത് സ്വാഭാവികമായും ഉയരാവുന്ന ഒരു സംശയമാണല്ലോ. അങ്ങനെ ഒരു സംശയം ഉയരുന്നുണ്ടെങ്കിൽ അത് 2019 ഏറ്റവും അപഹാസ്യമായൊരു സംശയമാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങളുടെ ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട വക്കീൽ പറഞ്ഞ കാര്യത്തോടൊന്ന് പ്രതികരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വക്കീലിൻ്റെ നിഗമനങ്ങളെയോ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളെയോ അല്ല ഞാൻ എതിർക്കുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞ 2 കാര്യം അനുചിതമായി, അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അതെൻ്റെ അഭിപ്രായമാണ്. ഒന്ന്, ഈ ഹർജി സതുദ്ദേശപരമല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നൊരു പരാമർശം അദ്ദേഹം നടത്തി. അത് തെറ്റാണ്. കോടതിക്ക് അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല, കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയാത്തൊരു കാര്യത്തെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായിട്ട് വേണേൽ പറയാം, പക്ഷേ കോടതി പറഞ്ഞു എന്ന് പറയരുത്, കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയരുത്. 2, നിങ്ങളിപ്പോൾ ചോദിച്ച ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയം തന്നെയാണ് അദ്ദേഹം പറഞ്ഞ് അടുത്ത് കോടതി ഉണ്ടായിരിക്കുക. അദ്ദേഹം അടുത്തെന്നുള്ള വാക്കും പ്രയോഗിച്ചു. പിന്നെ പറഞ്ഞു ഹൈക്കോടതി ഉണ്ടായിരിക്കുക, ഹൈക്കോടതി പോകാതെ സുപ്രീം കോടതി. അതെങ്ങനെ നമ്മൾ ചോദിക്കും? അതൊരു പൗരന്റെ റൈറ്റ് ആണ്. അത് അവതാരകനും മനസ്സിലാക്കണം. ഇന്ത്യൻ പൗരന്റെ അവകാശമാണ്. തീർച്ചയായും ശ്രീ M. സ്വരാജ്, അഭിലാഷ് തന്നെ ആ റൈറ്റിനെ അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ റൈറ്റിനെ അഭിലാഷ് അംഗീകരിക്കുന്നുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ടാണ് പറയട്ടെ. വീണ്ടും നിങ്ങൾ ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വരുന്നത്. ജൂറിസ്ഡിക്ഷൻ ഉള്ള ഒരു കോടതിയെ സമീപിക്കാൻ നിങ്ങളുടെയൊക്കെ ചീട്ട് വേണോ ഈ രാജ്യത്ത്? എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് അവകാശമുള്ള ഒരു കോടതിയെ, ജൂറിസ്ഡിക്ഷൻ ഒരു കോടതിയെ എനിക്ക് സമീപിക്കണമെങ്കിൽ നിങ്ങളുടെ ചീട്ട് വേണോ? വേണ്ട. പിന്നെ എന്തുകൊണ്ട് സമീപിച്ചു എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്? ആ ചോദ്യം എന്നോട് ചോദിക്കണം. ഞാൻ സമീപിക്കുമ്പോൾ ഇപ്പൊ അല്ല, പറയട്ടെ, എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കൂ ദയവായിട്ട്. പറയുമ്പോൾ നിങ്ങൾ എന്നോട് മാത്രം ഇടപെടുന്നത്. ഞാൻ ചോദിക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് അറിയാൻ ഇത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിക്കേണ്ടത് ഈ ഹർജിക്കാരോടല്ലേ ചോദിക്കേണ്ടത്? M. സ്വരാജ്, ഈ യുവതികൾക്ക് സുപ്രീം കോടതി ഉൾപ്പെടെ സമീപിക്കാനുള്ള അവകാശമുണ്ടെന്ന് അംഗീകരിക്കുന്നു. അതിൽ ഒരു സംശയവുമില്ല, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് അഭിലാഷും വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്ക് തീരെ അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ അത് അംഗീകരിക്കുന്നു, അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരാൾക്ക് സംശയമുണ്ടായാൽ, അങ്ങനെ സംശയം ഉണ്ടാകാമല്ലോ, അങ്ങനെയുള്ള ഒരു പ്രേക്ഷകന് അല്ലെങ്കിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടായാൽ എന്താണ് അതിൻ്റെ നിങ്ങളുടെ മറുപടി എന്നാണ് ചോദിച്ചത്. എൻ്റെ സംശയമല്ല അത്. അത് ശരി, അതാണ് നിങ്ങളുടെ പ്രശ്നം. അങ്ങനെ നമുക്കൊക്കെ പല പല സംശയങ്ങളുണ്ടാവും. അങ്ങനെയുള്ളൊരു സംശയമാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഏതാണെന്നറിയോ? വീടിനടുത്ത് കോടതി ഉണ്ടായിട്ടും, മജിസ്ട്രേറ്റ് കോടതി, ജില്ലാ കോടതിയൊക്കെ ഉണ്ടായിട്ടും എന്താണ് ഈ ശ്രീ അഭിലാഷ് സുപ്രീം കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്തതെന്ന് ഒരാൾ സംശയം ചോദിച്ചാൽ അത്തരം സംശയങ്ങൾ ചർച്ച ചെയ്യേണ്ട വേദിയല്ല മാധ്യമമെന്ന് ഞാൻ പറയും. അതൊക്കെ വളരെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളാണ്, റെലവൻ്റായ സംശയങ്ങളല്ല. അതൊക്കെ ഇനി നിങ്ങൾക്ക് അത്ര വലിയ സംശയം ഇതിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ 2 സ്ത്രീകളോട് ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോകാതെ സുപ്രീം കോടതിയിൽ പോയത്? അപ്പൊ അവർക്ക് പറയാനൊരു ന്യായം ഉണ്ടാവും. അത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ല.
അതോടൊപ്പം നിങ്ങൾ ചോദിച്ച ആദ്യത്തെ ഭാഗമുണ്ട്. ഈ 51 പേരുടെ ലിസ്റ്റ് അവിടെ ഇപ്പോൾ കൊടുക്കേണ്ടതുണ്ടായിരുന്നു, അത് വീണ്ടും ആവർത്തിച്ചു വന്നു. അഭിലാഷ് വക്കീൽ പറഞ്ഞു അത് അനവസരത്തിലുള്ളതായിരുന്നു. ഞാനതിന് അഭിലാഷ് വക്കീലിനെ കുറ്റപ്പെടുത്തില്ല, അത് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലാണ്. അദ്ദേഹമായിരുന്നു ഈ കേസ് നടത്താൻ നിയോഗിക്കപ്പെടുന്ന അഭിഭാഷകനെങ്കിൽ ചിലപ്പോൾ അത് കൊടുക്കുമായിരിക്കില്ല. അത് ഓരോ അഭിഭാഷകരുടെയും കേസിനെ സമീപിക്കുന്ന രീതിയും വിലയിരുത്തലും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യവുമാണ്. ഞാനൊരു കാര്യം ആദ്യം പറഞ്ഞത് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, ഈ സംഭവങ്ങളെ ഞാൻ പോസിറ്റീവായി കാണാൻ കാരണം ഇതിങ്ങനെ കൊടുത്തത് കൊണ്ട് ഇതിൽ അപേക്ഷകർ വരുത്തിയിട്ടുള്ള പിശകുകൾ ഇപ്പോൾ പുറത്തു വന്നു. അതുകൊണ്ട് ഇനി ഇതിൻ്റെ റിവ്യൂ പെറ്റീഷൻ പരിഗണനാ വേളയിൽ ഈ പിശകുള്ള പേരുകൾ ഒഴിവാക്കി ബാക്കിയുള്ള പരിശോധനയ്ക്ക് ശേഷമുള്ള ലിസ്റ്റ് കൊടുക്കാൻ സർക്കാരിന് ഒരു അവസരം കൈവന്നിരിക്കുന്നു എന്ന് കരുതുന്ന ആളാണ് ഞാൻ. റൈറ്റ്, ഞാൻ തിരിച്ചെത്താം. ശ്രീ കുക്കു ദേവകി, ഇങ്ങനെ സർക്കാരിൻ്റെ ഒരു അവസരം കൈവന്നു, അതായത് 51 പേരുടെ പട്ടിക അതിൽ കൊടുത്തു, അതിൽ അപാകതകളൊക്കെ മാറ്റി ഇനി റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുമ്പോൾ അത് കൊടുക്കാവുന്ന ഒരു അവസരമായി സർക്കാർ അതിനെ കാണുന്നു. അതിലുള്ള മറ്റൊരു പ്രശ്നമുണ്ടല്ലോ, ഈ പ്രവേശിച്ച സ്ത്രീകൾ ഇവരുടെ പേര് വിവരങ്ങൾ വിശദാംശങ്ങൾ പുറത്തുവിടുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ സുരക്ഷയെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ? അത്തരമൊരു വിഷയം അതിലുണ്ട് എന്നുള്ള അഭിപ്രായമുണ്ട്. താങ്കൾ എങ്ങനെ കാണുന്നു ആ അഭിപ്രായത്തെ? അഷ്റഫ്, ഞാൻ നേരത്തെ പേര് തെറ്റിപ്പറഞ്ഞു, നിഷാദ് എന്ന് പറഞ്ഞു, ക്ഷമിക്കണം അഷ്റഫ്. എനിക്കിതിൽ ആ പേര് വിവരങ്ങൾ പുറത്തു വിട്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മോശമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീകളുടെ സുരക്ഷിതത്വം വളരെയധികം പ്രശ്നമാണ്. കാരണം അവരിപ്പോൾ 51 വയസ്സ് അല്ലെങ്കിൽ അവരോട് വിളിച്ച് ചോദിക്കുകയാണ്, ആ ലിസ്റ്റ് എടുത്തിട്ട് അവരോട് വിളിച്ച് അന്വേഷിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര വയസ്സായി, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എവിടുത്തുകാരാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു. അവരൊന്നും തന്നെ അതിന് കൃത്യമായിട്ട് മറുപടി പറയില്ല. കാരണം അത്തരം ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിന്നിട്ടുള്ളത്. അവർ കാണുന്നുണ്ട്, അവരെല്ലാവരും ഈ TV യും മാധ്യമങ്ങളൊക്കെ കാണുന്ന ആളുകളാണ്. അവർക്കൊക്കെ അറിയാം ഇവിടെ സ്ത്രീകൾക്കെതിരെ എന്താണ് ഇവിടെ നടക്കുന്നതെന്നല്ല, സംഘപരിവാരകർ എന്താണ് ഇവിടെ ചെയ്തു കൂട്ടുന്നുള്ളത് അവർ കാണുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെ പറയും അവരുടെ വയസ്സിനെ കുറിച്ചും അവരുടെ വേറെ അബൌട്ട്സിനെ കുറിച്ചൊക്കെ അവരെങ്ങനെ സംസാരിക്കും? അതുകൊണ്ട് തന്നെ ഇത് സീൽഡ് ആയിട്ടുള്ള കവറിലായിരിക്കണം അത് കോടതിയിൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ആ സാധനം എങ്ങനെ പുറത്തേക്ക് വന്നു, ഈ കൊടുത്ത ഈ ലിസ്റ്റ് എങ്ങനെ പുറത്തേക്ക് വന്നു? അപ്പോൾ അവിടെ എന്തോ ഒരു ചോർച്ച അവിടെ സംഭവിച്ചിട്ടില്ല, ആരോ അവിടെ അത് ചോർത്തി കൊടുത്തിട്ടില്ല. ഇനി 51 പേരെ ലിസ്റ്റ് എന്ന് പറയുന്നു, ഈ ലിസ്റ്റിൽ ഈ പറയുന്ന പോലെ കുഴപ്പം പിടിച്ച പേരുകളാണ്, അല്ലെങ്കിൽ അവരുടെ ശരിയായിട്ടുള്ള ഇതല്ല എന്ന് നമുക്ക് പറയാമെങ്കിലും പിന്നെ 40 പേരുണ്ടല്ലോ, വേണ്ട ഒരു 30-20 പേര് ഇവരെ എടുത്തോട്ടെ, 30 പേരുണ്ടല്ലോ, അതൊക്കെ മാറ്റാം നമുക്ക്. ഈ 2 സ്ത്രീകളുണ്ടല്ലോ, ബിന്ദുവും കനകദുർഗയും, അല്ല 2 സ്ത്രീകൾ 4 സ്ത്രീകളുണ്ടല്ലോ, മഞ്ജു ഉണ്ടല്ലോ. ബിന്ദു കനകദുർഗ എന്തടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്? ഏതടിസ്ഥാനത്തിലാണ് പോകുന്നത്? അവർ മല കയറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. കോടതി ആ മല കയറ്റത്തിന് നിരാകരിച്ചിട്ടേയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി അവർക്ക് സുരക്ഷിതത്വമായിട്ടുള്ള അല്ലെങ്കിൽ സുരക്ഷ ഏർപ്പാടാക്കണം എന്ന് സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളത്. വെറുതെയല്ല കോടതി അങ്ങനെ ഒരു ഉത്തരവിടുന്നത്. എന്തിനാണ് സുപ്രീം കോടതിയിൽ പോയെന്ന് ചോദിക്കുമ്പോൾ എനിക്കത് വളരെ ഇതാണ് വരുന്നത്. സ്വരാജ് പറഞ്ഞ പോലെ എനിക്കത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. നിങ്ങളെന്താ ഇവിടെ പോയില്ല? അത് അവരുടെ റൈറ്റാണ്, അവരുടെ ഡിസ്ക്രിപ്ഷനാണ് അവരെവിടെ പോകണമെന്നുള്ളത്. ഏത് കോടതിയിൽ പോയി, ഈ കോടതി സുപ്രീം കോടതിയാണ് ഇത് അവസാനമായിട്ട് ഇത് പരിഗണിച്ചത്. അപ്പോൾ ആ കോടതിയിൽ തന്നെ ആണ് പോകേണ്ടത് എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ അത് മാത്രമല്ല അവർ പോയത് അവരുടെ റൈറ്റാണ് ആ കോടതിയിൽ പോകുക എന്നുള്ളത്. പിന്നെ ഇവിടെ സുരേഷ് ബാബു പറയുന്നത് കേട്ടോ, അഡ്വക്കേറ്റ് സുരേഷ് ബാബു പറയുന്നത് കേട്ടു. ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എന്താ പറയുക, തന്ത്രി ഇവരെ ചീത്ത പറഞ്ഞില്ല പോലും. ചീത്ത പറയുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. അയിത്തമാണ് അയാൾ ആചരിച്ചിട്ടുള്ളത്. ഒരു ദളിത് സ്ത്രീ കയറിയതിൻ്റെ ഇതായിട്ട് അയിത്തമാണ് ആചരിച്ചിട്ടുള്ളത്. കയറിയിട്ടില്ലെങ്കിൽ പിന്നെ അവരെന്തിനാണ് അവിടെ ശുദ്ധിക്രിയ നടത്തണം? അവരെന്തിനാണ് അവിടെ ശുദ്ധിക്രിയ നടത്തിയത്? അപ്പോൾ ഇവിടെ സ്ത്രീകൾ കയറി കഴിഞ്ഞു, അത് നോർമലൈസ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ സർക്കാർ അങ്ങനെ 51 പേര് ലിസ്റ്റ് കൊടുത്തേക്കാം. പക്ഷേ ഞങ്ങളുടെ അറിവിൽ സ്ത്രീകൾ അവിടെ കയറി കഴിഞ്ഞു. അതിനി വേറൊരു മാനവുമില്ല, വേറൊരു അർത്ഥവുമില്ല. സ്ത്രീകൾ കയറി കഴിഞ്ഞ ഇങ്ങനെ ഓർഡർ കൊടുത്തിട്ട്. റൈറ്റ്, ശ്രീ PM സുരേഷ് ബാബു, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ അടുത്ത കേസിൽ, അതായത് ഈ റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുമ്പോൾ കോടതിയെ സ്വാധീനിക്കാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇന്നലെ ഈ പേര് വിവരങ്ങൾ അവിടെ കൊടുത്തതെങ്കിൽ സർക്കാരിന് അത് തിരിച്ചടിച്ചിരിക്കുകയല്ലേ? ഈ സർക്കാരിനെതിരെ ഉള്ള പ്രചാരണം പ്രധാനമായും ശബരിമല കാര്യത്തിൽ സർക്കാർ വിശ്വാസത്തെ അതിലംഘിക്കാൻ അല്ലെങ്കിൽ അത്തരം വിശ്വാസികളെ മുറിവേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് സംഘപരിവാറിൻ്റെ ഒരു പ്രചാരണമുണ്ട്. വ്യാപകമായി അത്തരം പ്രചാരങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ചില കള്ളക്കളികൾ ശബരിമലയിൽ നടത്തുന്നു എന്ന് P. ശ്രീധരൻ പിള്ളയടക്കമുള്ള BJPയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളും പറയുന്നു. ഇത്തരമെല്ലാമായ ഒരു സാഹചര്യത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി നൽകേണ്ടിയിരുന്ന, ജാഗ്രത കാണിക്കേണ്ടിയിരുന്ന ഒരു പരാമർശം അനവസരത്തിൽ നടത്തി അതിൽ അപാകത പുറത്തു വരിക വഴി സർക്കാർ ഉദ്ദേശിച്ചതെന്തോ അതിന് വിപരീതമായ ഒരു അനുഭവമല്ലേ ഉണ്ടാവാൻ പോകുന്നത്?
അഷ്റഫ്, ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ തിരുത്താൻ തയ്യാറാണ്. ഞാനൊരിക്കൽ പോലും സുപ്രീം കോടതിയെ സ്വാധീനിക്കാൻ അഭിഭാഷകൻ ശ്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വരാനിരിക്കുന്ന കേസിൽ അവർ ഉന്നയിക്കാൻ പോകുന്ന വാദമുഖങ്ങളുടെ ഫൗണ്ടേഷൻ ഇടുക എന്ന ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത് എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. അതിന് രണ്ടിനും വലിയ അർത്ഥവ്യത്യാസങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നത്. എന്നോട് ക്ഷമിക്കുക. ശരിയാണ് സരേഷ് ബാബു, എനിക്ക് തെറ്റിയാണ്. ഫൗണ്ടേഷൻ ഇടുക എന്ന പ്രയോഗം തന്നെയാണ് താങ്കൾ നടത്തിയത്, ക്ഷമിക്കണം. അതെ അതെ. അപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ഇവിടെ പറയുന്ന പല കാര്യങ്ങളും യുക്തിസഹമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശ്രീമതി കുക്കുവും അതേപോലെ തന്നെ ശ്രീ സ്വരാജും ഒന്നും പറയുന്നത് ഫൗണ്ടേഷനല്ല. എൻ്റെ റൈറ്റല്ലേ എന്നോട് ചോദിക്കേണ്ടത്, അവരുടെ റൈറ്റല്ലേ എന്നൊക്കെ ചോദിച്ചാൽ സാമാന്യ യുക്തിക്ക് നിരക്കുന്നത് കൂടിയായിരിക്കണം. അവരുടെ റൈറ്റൊക്കെ തന്നെയുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളിപ്പോൾ രണ്ടുപേരും ഇവിടുന്ന് ചാനലിൽ പറയുന്നു എന്തുകൊണ്ട് ഇവർ ഹൈക്കോടതിയിൽ പോയില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കൂടിയായിരിക്കും കുറേ ജനങ്ങൾ. അത് മനസ്സിലാക്കാൻ മാത്രം മതി എന്ന് മാത്രമേ ഉള്ളൂ. പറ്റിപ്പോൾ റൈറ്റ് ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ ഓരോരോ സംഗതികളൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഈ പ്രശ്നത്തിനകത്ത് ഗവൺമെൻറ്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇപ്പോൾ സ്ത്രീകൾ കയറിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സ്ത്രീകൾ കയറി എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ദേവസ്വം ബോർഡും അവിടുത്തെ തന്ത്രി സമൂഹവും അംഗീകരിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ശുദ്ധിക്രിയ നടന്നത്. അതൊരു ദളിത് വിരുദ്ധമാണ് എന്നൊന്നും പറയണ്ട. 2 സ്ത്രീകൾ വന്നു. അതിന് ഓരോരോ ആചാരക്രമങ്ങൾക്കും അവിടെ നടക്കുന്ന തെറ്റുകൾക്കും ഏറ്റവും അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടുന്നത് പരിഹാരക്രിയകളാണ്. ആ പരിഹാരക്രിയ ചെയ്തു. അതുകൊണ്ട് കയറിയത് ഇല്ലാതായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കയറിയതായി നിൽക്കുന്നു എന്ന് സ്വരാജും അതുപോലെ തന്നെ കുക്കുവും മനസ്സിലാക്കുന്നുണ്ട്. ആ 2 മനസ്സിലാക്കിക്കൊണ്ട് 2 പാരലൽ രേഖ പോലെ അതങ്ങനെ നീട്ടുപോകട്ടെ. നാളത്തോടുകൂടി ഈ മണ്ഡലവിളക്ക് അവസാനിക്കുകയാണ്. നമ്മൾ ഇതിനു വേണ്ടിയുള്ള ഒരു പരാമർശത്തിൽ ഒരുപാട് സമയം കളയേണ്ടതില്ല എന്നൊരു വിശ്വാസവും കൂടി എനിക്കുണ്ട്. റൈറ്റ്. ശ്രീ എം ആർ അഭിലാഷ്, താങ്കൾ എന്തോ പറയാൻ വന്നിട്ടുണ്ട്. അഷറഫ്, നേരത്തെ പ്രിയപ്പെട്ട ശ്രീ സ്വരാജ് ഉന്നയിച്ച ഒരു വിഷയമുണ്ടല്ലോ, സുപ്രീം കോടതിക്ക് വേണ്ടി എന്തുകൊണ്ട് എങ്ങനെ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷിന് ഒരഭിപ്രായം കോടതിയുടെ പേരിൽ പറയാൻ കഴിയുമെന്ന്. തലയിൽ ആൾതാമസം ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദര. 5 പ്രയേഴ്സ് ഉണ്ടായിരുന്നു ഈ റിട്ട് പെറ്റീഷനിൽ. 5 പ്രയേഴ്സ്. അതിനകത്ത് ഒരു പ്രയർ മാത്രമാണ് പ്രൊട്ടക്ഷൻ. വേറെ എല്ലാ പ്രയറുകളും സുപ്രീം കോടതി നിരാകരിച്ചു. ഈ കേസിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്തില്ല. ഇത് പിന്നീട് പരിഗണിക്കാൻ വേണ്ടി ടാഗ് ചെയ്യണമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി നിരസിച്ചു. 5 പ്രയേഴ്സ് ഉള്ളതിൽ 4 പ്രയേഴ്സ് സുപ്രീം കോടതി നിരസിച്ചു. കോടതി എന്തുകൊണ്ട് നിരസിച്ചു? ശുദ്ധിക്രിയയെ സുപ്രീം കോടതി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കോടതിക്ക് മനസ്സിലായി. വളരെ വ്യക്തമായ ഉത്തരമാണ് ഞാൻ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ മീഡിയ വണ്ണിലൂടെ തരുന്നത്. കോടതിക്ക് മനസ്സിലായി 5 പ്രയേഴ്സിൽ 4 എണ്ണം പരിഗണിക്കേണ്ടതല്ല. എന്തുകൊണ്ട് ഇത് ടാഗ് ചെയ്തില്ല? എന്തുകൊണ്ട് നോട്ടീസ് ഇഷ്യൂ ചെയ്തില്ല? വി ആർ ക്ലോസിംഗ് ദ റിട്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആ ഹർജി അവിടെ തീർപ്പാക്കി. ഇനി ഈ ഹർജിക്കാരെ ഇനി സുപ്രീം കോടതി കേൾക്കുന്നുണ്ടാവില്ല. ഇത്രയും വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടെന്ന ആവശ്യമില്ല. അദ്ദേഹം എന്നെ കമ്പനി ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ PM സുരേഷ് ബാബു, അദ്ദേഹം ഈ വിഷയത്തിന്റെ കോംപ്ലക്സിറ്റി അപ്രീഷിയേറ്റ് ചെയ്തതിൽ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇനി പ്രിയപ്പെട്ട സ്വരാജ് ചോദിച്ചല്ലോ എന്തുകൊണ്ട് ഡൽഹിയിൽ പോയെന്ന്. ഞാൻ ഡൽഹിയിലെ ക്യാമ്പസ് ലോ സെന്ററിലാണ് എൻ്റെ നിയമവിദ്യാഭ്യാസം കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 1.5 ദശാബ്ദത്തിലധികമായിട്ട് ഇവിടെ താമസിക്കുകയാണ്. പ്രാക്ടീസ് ചെയ്യാനൊന്നും വന്നതല്ല, താമസിക്കുന്നതുകൊണ്ട് മാത്രം പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ ഇവിടെ ശ്രീ സ്വരാജിന് വളരെ വ്യക്തമായിട്ട് ഈ നറേറ്റീവ് ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. 51 സ്ത്രീകൾ കയറിയതിനെ കുറിച്ച് തുടങ്ങിയ ചർച്ചയിൽ അവസാനം ഈ സ്ത്രീകളുടെ ഉദ്ദേശത്തിലെ ആ രീതിയിൽ ഈ ചർച്ചയെ റീഓറിയന്റ് ചെയ്യാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയക്കാരന്റെ സാമർഥ്യമാണ്. തികച്ചും അദ്ദേഹം പ്രതിഭാശാലിയാണ്. പക്ഷേ സുപ്രീം കോടതി 5 പ്രയറുകൾ പറഞ്ഞ റിട്ടിൽ 4 എണ്ണം നിരാകരിച്ചു. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട സ്വരാജ്, നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും മറുപടി ഉണ്ടോ? സുപ്രീം കോടതി മറുപടി പറയുകയാണ്. നോട്ടീസ് എന്തുകൊണ്ട് ഇഷ്യൂ ചെയ്തില്ല? അഭിലാഷ്, താങ്കൾ വിശദീകരിച്ചതാണ്. സ്വരാജ് നോക്കൂ, ഞാൻ പറയട്ടെ. തീർച്ചയായിട്ടും മറുപടി ഉണ്ടല്ലോ. മറുപടി പറയാൻ പോവാണ്. ഞാനിങ്ങനെ അഭിലാഷിൻ്റെ വാദഗതി കേൾക്കുകയായിരുന്നു. അഭിലാഷ് ഭയങ്കര ഇമോഷണലായി. അഭിലാഷ് വളരെ പൊട്ടിത്തെറിച്ചു. അദ്ദേഹം പറഞ്ഞു, വികാരഭരിതനായിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ തലയിൽ ആൾതാമസം ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. നോക്കൂ, നമ്മളിങ്ങനെ വികാരഭരിതമാവേണ്ട. പറയട്ടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ പ്ലീസ്. അപ്പോൾ അങ്ങ് പറഞ്ഞു എൻ്റെ തലയിൽ ആൾതാമസമുള്ള നോക്കൂ എന്താണ് ഇങ്ങനെ പറയുന്നത്? നോക്കൂ, ദയവായി അങ്ങൊന്ന് തണുക്കൂ, ഞാൻ പറയട്ടെ. നമുക്കൊക്കെ അനുവദിക്കുന്ന സമയത്ത് പറയുന്നതല്ലേ ഒരു മര്യാദ.
അങ്ങ് പറഞ്ഞത് എൻ്റെ തലയിൽ ആൾതാമസം ഉള്ളത് കൊണ്ട് അങ്ങ് വളരെ വികാരഭരിതനായിട്ട് പറഞ്ഞു തലയിൽ ആൾതാമസം. ഞാൻ അങ്ങയുടെ തലയിൽ ആൾതാമസം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ശ്രീ എം ആർ അഭിലാഷ് താങ്കളുടെ വാദം താങ്കൾ വിശദമായി പറഞ്ഞല്ലോ. ഇനി ശ്രീ സ്വരാജ് മറുപടി പറയട്ടെ. ശ്രീ എം ആർ അഭിലാഷ്, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. സ്വരാജ് കേട്ടിട്ടുണ്ട്. അതിനുള്ള മറുപടിയിലേക്കാണ് വരുന്നത്. ശ്രീ അഭിലാഷ്, ദയവായി ശ്രീ അഭിലാഷ്, സ്വരാജ് പറയും. നോക്കൂ, ദയവായിട്ട് അവതാരകൻ ശ്രദ്ധിക്കൂ. ഈ ചർച്ചയിൽ നിങ്ങൾ എനിക്ക് അനുവദിക്കുന്ന സമയത്ത് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ മറ്റാരുടെയും സമയത്തിൽ ഇടപെടുന്നില്ല. അത് ഞാൻ കാണിക്കുന്നൊരു മര്യാദയാണ്. നമ്മളെല്ലാവരും മര്യാദ പാലിച്ചു കഴിഞ്ഞാൽ ചർച്ച നല്ല നിലയിൽ മുൻപോട്ട് പോകും. ഇല്ലെങ്കിൽ ആളുകൾ കരുതും ഈ ചർച്ചയെ വിലയിരുത്തും. ഞാൻ മറുപടി പറയാനാണ് വരുന്നത്. എനിക്ക് യാതൊരു മടിയുമില്ല, പറഞ്ഞിട്ടേ പോകൂ ജീവനുണ്ടെങ്കിൽ. ഞാനിവിടെ പറഞ്ഞു തുടങ്ങിയത് താങ്കൾ വികാരഭരിതനായിട്ട് തലയിൽ ആൾതാമസം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഒരാൾ സ്വയം തലയിൽ ആൾതാമസമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് വിശ്വാസമാവില്ല, ബോധ്യമാവില്ല. ആളുകൾക്ക് അങ്ങനെ തോന്നണം ഈ ചർച്ച കേൾക്കുമ്പോൾ. ഇതെന്താണ് പ്രശ്നം? ഞാൻ ഇവിടെ ഉന്നയിച്ചത് താങ്കൾ എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ ചോദ്യമേ അല്ല. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള വില കുറഞ്ഞ വിഡ്ഢി ചോദ്യം ചോദിക്കുന്നത് പോലെയാണ് ഈ ചോദ്യവും എന്ന് താരതമ്യപ്പെടുത്തിയാണ്. അല്ലാതെ അങ്ങ് കോടതി പ്രാക്ടീസ് ചെയ്യുന്നതിന് എനിക്ക് പ്രശ്നമില്ല. രണ്ട്, അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ച പ്രശ്നം ഏത്? കോടതി ഈ പെറ്റീഷൻ സതുദ്ദേശപരമല്ല. ഇത് മോശമാണ്, നിങ്ങൾ ഇങ്ങനെ ഇടപെടുന്നത് മോശമാണ്. നിങ്ങളിവിടെ ചോദിച്ച ചോദ്യം, കോടതി ഈ പെറ്റീഷൻ സതുദ്ദേശപരമല്ല എന്ന് നിങ്ങൾ പറഞ്ഞതിന് നിങ്ങൾ പറഞ്ഞ ന്യായീകരണം 5 പ്രയറിൽ 4 പ്രയർ കോടതി അംഗീകരിച്ചില്ല, 1 പ്രയറേ അംഗീകരിച്ചിട്ടുള്ളൂ. ഈ 4 എണ്ണം തള്ളിയത് കൊണ്ട് താങ്കൾ ഇങ്ങനെ പറഞ്ഞു ഒന്നാണ്. അവിടെയാണ് താങ്കളുടെ അവകാശവാദത്തിൽ എനിക്കും സംശയം. എന്ത് ഈ തലയിൽ ആൾതാമസം? എന്താ പ്രശ്നം എന്നറിയോ? കോടതി ഒരു പ്രയർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പെറ്റീഷൻ സതുദ്ദേശപരമല്ല എന്നാണോ? നിങ്ങൾ എവിടെയാണ് നിയമം പഠിച്ചത്? പല കാരണങ്ങൾ കൊണ്ട് പ്രയർ തള്ളും. കോടതി സതുദ്ദേശപരമല്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവതരമായ ഒരു ആരോപണമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കോടതി അത് പറയും. സതുദ്ദേശപരമല്ല. പ്ലീസ് ദയവായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇടപെടല്ലേ. നിങ്ങൾ സ്വരാജ് ഒന്ന് പൂർത്തീകരിക്കട്ടെ ദയവായി. വ്യക്തിപരമായ പരാമർശമില്ല ശ്രീ അഭിലാഷ്, വ്യക്തിപരമായ പരാമർശം നടത്തുന്നില്ല. വ്യക്തിപരമായ പരാമർശം നടത്തിയതല്ല. ഞാൻ വ്യക്തിപരമായി പരാമർശം നടത്തിയതല്ല, പൊതുവായി പറഞ്ഞതാണ്. അങ്ങേക്ക് അതിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിപരമായ പരാമർശം ഒഴിവാക്കുന്നു. എനിക്ക് അങ്ങനെ വ്യക്തിപരമായി ആക്രമിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കോടതി മുൻപാകെ വരുന്ന ഒരു കേസ്, ആ കേസിലെ മുഴുവൻ പ്രയറും കോടതി തള്ളിക്കളഞ്ഞാൽ പോലും അത് സതുദ്ദേശപരമല്ല എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. അത് പറയേണ്ടത് കോടതിയാണ്. കോടതി പല കാരണം കൊണ്ട് പ്രയർ തള്ളും. സതുദ്ദേശപരമല്ലെങ്കിൽ അത് കോടതി പറയും. കോടതി പറയാത്തൊരു കാര്യത്തെ നിങ്ങൾ കോടതിയുടെ വായിൽ തിരുകി. മാത്രവുമല്ല, ഒരു പ്രയർ കോടതി അംഗീകരിച്ചു. കോടതി സതുദ്ദേശപരമല്ല എന്ന് പറയാതിരുന്നിട്ടും നിങ്ങളത് പറഞ്ഞത് തെറ്റാണെന്നാണ് എൻ്റെ വാദം. അത് തെറ്റാണ്. കോടതി തള്ളിയെന്ന് പറഞ്ഞോളൂ. എന്തിനാണ് സതുദ്ദേശപരമല്ല എന്ന ആരോപണം അത് സുപ്രീം കോടതിയുടെ വായിൽ തിരുകുന്നത്? കോടതിയുടെ വെർഡിക്റ്റിൽ അതുണ്ടോ? ഈ പരാതി സതുദ്ദേശപരമല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മറുപടി പറ. ശ്രീ അഭിലാഷ് ഉണ്ടോ? കോടതി പറഞ്ഞു, കോടതി സതുദ്ദേശപരമല്ലെന്ന് പറഞ്ഞെന്നല്ല, കോടതിക്ക് മനസ്സിലായി എന്നാണ് പറഞ്ഞത്. തന്ത്രി ശുദ്ധിക്രിയ നടത്തിയിട്ടുള്ളത് നിയമത്തിൽ തെറ്റ് തന്നെയാണ് എന്നല്ലേ അദ്ദേഹം പറയുന്നത്? എന്തുകൊണ്ട് ഈ റിട്ട് പെറ്റീഷനിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്തില്ല? തന്ത്രി പറഞ്ഞത് വ്യക്തമായിട്ട് പറഞ്ഞത്, ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. അവിടെ നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്യാതെ, റിവ്യൂ പെറ്റീഷന്റെ ഭാഗമായിട്ട് ഇത് ടാഗ് പോലും ചെയ്യാതെ, പിന്നീട് അവരെ ഹർജിക്കാരെ കേൾക്കുവാൻ പോലും സന്നദ്ധത കാണിക്കാതെ കോടതി 4 പ്രസക്തമായ റിലീഫുകൾ നിരാകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കോടതിക്ക് ഇതിന്റെ ഈ പ്രയറിന്റെ പ്രസക്തി മനസ്സിലാവാഞ്ഞിട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ദിരാ ജയ്സിംഗിന്റെ ഓഫീസ് ജൂനിയർ അത്തരം വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. കോടതി ആ 4 പ്രയറുകൾ അംഗീകരിക്കാത്തത് കോടതിക്ക് ഇതിന്റെ പ്രസക്തി മനസ്സിലാവാത്തത് കൊണ്ടാണെന്നുള്ളത് താങ്കളുടെ വ്യാഖ്യാനമാണെന്നാണ് സ്വരാജ് പറഞ്ഞത്. ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം. കോടതി അങ്ങനെ പറയാത്തിടത്തോളം നമുക്ക് അങ്ങനെ കോടതി മനസ്സിലാക്കിയെന്ന് പറയാൻ കഴിയില്ലല്ലോ. തെറ്റായിട്ട് വസ്തുതകൾ കാണിച്ചിട്ട് നിങ്ങളത് ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കണ്ട. നിങ്ങൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചതുപോലെ ഞാൻ നടത്തിയ ഒരു നിരീക്ഷണമെന്ന് കരുതിയാൽ മതി. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. സമയപരിമിതിയുണ്ട്. ദയവായി വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് പോകരുതെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. വളരെ നന്ദി ശ്രീ PM സുരേഷ് ബാബു, ഒപ്പം കുക്കു ദേവകി, എം സ്വരാജ്, അഡ്വക്കേറ്റ് MR അഭിലാഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.